ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജ്യൂസാണ്, അതായത് വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ജ്യൂസാണ്. ഈ ജ്യൂസിൻ്റെ കളർ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒന്ന് കുടിച്ചു നോക്കാൻ തോന്നൂലേ? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഫിനിഷ് ചെയ്യാതെ ഗ്ലാസ് ആരും താഴെ വയ്ക്കത്തുമില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ഈ ജ്യൂസിൻ്റെ ടേസ്റ്റിൽ. റെഡിഷ് ഓറഞ്ച് കളറിലെ ഈ ജ്യൂസ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ കളർഫുൾ ജ്യൂസ് ചെയ്തെടുക്കാൻ അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജ്യൂസിന് വേണ്ടി ഞാൻ 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ ബീട്രൂട്ട് എടുക്കുമ്പോൾ ഒരു ബീട്രൂട്ട് തന്നെ ധാരാളം മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ബീട്രൂട്ടും ക്യാരറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നന്നായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം. ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസും ഡബിൾ ആക്കിയാൽ മതിയാകും. ചെറുതായി കട്ട് ചെയ്ത ബീട്രൂട്ടും ക്യാരറ്റും നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. പച്ചക്കല്ല നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്നത്, വേവിച്ചിട്ടാണ്. പച്ചക്കാണ് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നെങ്കിൽ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും റോ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും. കുക്കറിൽ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. ഒരു 3 വിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 വിസിലിട്ടപ്പോൾ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വേവിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ജ്യൂസിൽ കംപ്ലീറ്റ് വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചൂടാറിയിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ആ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പാലാണ്. കട്ടിപ്പാലാണിത്. 1 കവർ പാൽ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ബീട്രൂട്ട് മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കട്ടിപ്പാലും പഞ്ചസാര, ഏലക്കാപ്പൊടി. ഈ ഏലക്കാപ്പൊടി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചേർക്കണം, കാരണം ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ജ്യൂസ് റെഡിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഈ ഒരു ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. ഈ ജ്യൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്